കാലവും കണക്കും തെറ്റിച്ച് ഒരു കർണികാര വസന്തം. വിഷുക്കാലത്തിന്റെ വരവറിയിച്ച് പൂത്തുനിന്നിരുന്ന കണിക്കൊന്ന ഇന്ന് ഇവയൊന്നും പരിഗണിക്കാതെ പൂത്തു നിൽക്കുകയാണ്. സുഖമുള്ള കാഴ്ചയാണെങ്കിലും അത്ര ശുഭകരമല്ല നേരം തെറ്റിയുള്ള ഈ പൂവിടൽ. അടുത്ത കാലത്ത് നടന്ന പഠനങ്ങളനുസരിച്ച് എപ്പോഴൊക്കെ മണ്ണിലെ ജലാംശം പരിധി വിട്ട് കുറയുന്നോ അപ്പോഴൊക്കെ കണിക്കൊന്ന പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. സസ്യങ്ങളുടെ പുഷ്പിക്കൽ പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോണാണ്. ചൂട് കൂടുമ്പോൾ ഫ്ലോറിജന്റെ ഉൽപാദനം കൂടും. അങ്ങനെ ചൂടിന്റെ വർധനവ് കൊന്ന പൂവിടുന്നതിനെ സ്വാധീനിക്കുമെന്ന് ചുരുക്കം. സാധാരണയായി മാർച്ചിൽ പൂക്കേണ്ട കണിക്കൊന്ന നേരത്തെ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ മണ്ണിലെ ജലാംശം തീർത്തും ഇല്ലാതാകുന്നുണ്ടെന്നും അതിന് പ്രതിവിധി എന്താണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ വർഷത്തിൽ മിക്ക മാസങ്ങളിലും കൊന്ന പൂത്തു നിൽക്കുന്നതായും കാണാൻ സാധിക്കും. വിഷുവിൻ്റെ സമയങ്ങളിൽ പൂക്കുന്നതാണ് കൊന്ന. ഇപ്പോൾ കൊന്ന പൂത്തു തുടങ്ങി. ഇതിൻ്റെ കാരണം എന്താണ്? കാലാവസ്ഥയിലെ വളരെ മൈന്യൂട്ടായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവജാലങ്ങളെ എല്ലാ തരത്തിലും ബാധിക്കാനിടയുണ്ട്. ഇത് വലിയ ഭീഷണിയാണ്. ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ സീരിയസ് ആയ പഠനങ്ങളിലൂടെയും അതിന് മനുഷ്യൻ ചെയ്യേണ്ട ചില കാര്യങ്ങളിലൂടെയും മറികടന്നേ മതിയാവും. പെയ്യാൻ പോകുന്ന മഴയുടെ ജലാംശം അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ഏകദേശം 85-95 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മനസ്സിലാക്കാൻ കണിക്കൊന്നയ്ക്ക് സാധിക്കുമെന്നും ചില പരീക്ഷണങ്ങൾ തെളിയിക്കുന്നുണ്ട്. ജലത്തിന്റെ സാന്നിധ്യം പിടിച്ചെടുക്കുന്ന ബയോസെൻസർ അല്ലെങ്കിൽ ജൈവ വിവേചന ഘ്രാണശേഷി കണിക്കൊന്നയ്ക്ക് സ്വന്തമായി ഉള്ളതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. കണിക്കൊന്ന ഇത്തരത്തിൽ പൂത്തു നിൽക്കുന്നത് കണ്ണിന് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഒരുക്കുന്നത്. ഗോൾഡൻ ഷവർ എന്നാണ് കണിക്കൊന്നയ്ക്ക് ഇംഗ്ലീഷിൽ പേര്. സ്വർണ്ണവർണ്ണത്തിൽ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ ഈ പൂക്കൾ കാണുന്നത് തന്നെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയാണ്. പക്ഷേ ഇത് അത്ര ശുഭകരമല്ല നേരത്തെ പൂക്കുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മണ്ണിലെ ജലാംശം തീരെ ഇല്ലാതാകുമ്പോഴാണ് കണിക്കൊന്നകൾ ഇത്തരത്തിൽ പൂക്കുന്നത്. വരാൻ പോകുന്ന ഒരു വരൾച്ചയിലേക്കുള്ള ചൂണ്ടുപലകയായിരിക്കാം ഒരു പക്ഷേ നേരത്തെ കണിക്കൊന്നകൾ പൂക്കുന്നതെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.